ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ കേസ് NIA കോടതിയിലേക്ക് മാറ്റി. ദുർഗിലെ സെഷൻസ് കോടതി കന്യാസ്ത്രീകളുടെ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് കേസ് ബിലാസ്പൂരിലെ NIA കോടതിയിലേക്ക് കൈമാറിയത്. കോടതിക്ക് പുറത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നു. അനൂപ് ദാസ്, ഈ കോടതി ഹർജി തള്ളിയിരിക്കുന്നു. തുടർന്ന് NIA കോടതിയിലേക്ക് ഇപ്പോൾ ഹർജി മാറ്റിയിരിക്കുകയാണ്. ഒപ്പം ഇവരുടെയൊക്കെ സന്തോഷ പ്രകടനങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ കോടതി വളപ്പിൽ നമ്മൾ കണ്ടത്. എന്താണ് ഇവിടെ നിന്നുള്ള പ്രതിനിധി സംഘങ്ങൾക്കടക്കം പറയാനുള്ളത്? വിശദവിവരങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, ഇവിടെ ദുർഗിലെ ജില്ലാ ജയിലിൽ ഇപ്പോൾ രണ്ട് കന്യാസ്ത്രീമാരുടെയും പ്രീതി മേരിയുടെയും ഒപ്പം തന്നെ വന്ദന ഫ്രാൻസിസിന്റെയും സഹോദരങ്ങൾ അവരോട് കണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. റോജി ജോൺ MLA ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ചില ആളുകളും അവരുടെ കൂടെയുണ്ട്. ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നോ അല്ലെങ്കിൽ നാളെയോ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാമെന്ന പ്രതീക്ഷയിലായിരുന്നു കന്യാസ്ത്രീകൾ. ഇന്ന് രാവിലെ ഇടത് MPമാരുടെയും മറ്റു പ്രധാനപ്പെട്ട നേതാക്കളുടെയും സംഘം അകത്തു പോയപ്പോഴും പുറത്തിറങ്ങാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ പങ്കുവെക്കുകയും അതിന്റെ കൂടെ തന്നെ വളരെ സങ്കടകരമായ ഒരു കാര്യമുള്ളത്, നിങ്ങൾ ഈ രാജ്യത്തുകാരല്ല, നിങ്ങൾ പുറത്തുനിന്ന് വന്നവരാണ്, നിങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ ഭക്ഷണവും കഴിച്ച് ജീവിച്ച് ഞങ്ങളുടെ ആളുകളെ മതമാറ്റം ശ്രമിക്കുകയാണോ എന്ന ചോദ്യം ബജ്രംഗ് ദൾ പ്രവർത്തകർ ചോദിച്ചു എന്ന് ഈ കന്യാസ്ത്രീകൾ പറഞ്ഞിരുന്നു. എന്തായാലും അതിനൊക്കെ ശേഷവും പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നത്. പ്രതീക്ഷ അസ്തമിച്ചു എന്നത് മാത്രമല്ല, അവർക്കിനി എന്താണ് അവരുടെ മുന്നിലുള്ള വഴി? NIA കോടതി എന്ന വലിയ ബാലികറ മല പോലെയുള്ള ഒരു പുതിയ ഒന്ന് മുന്നിൽ വന്ന് നിൽക്കുന്നു എന്നതാണ് ഒരു പ്രശ്നം. എന്തായാലും ഹർജി NIA കോടതിയിലേക്ക് മാറ്റാനുള്ള കാരണം എന്താണ്? എന്ത് കാരണം പറഞ്ഞാണ് ഈ സെഷൻസ് കോടതി ഈ കേസ് തള്ളിയത്? ഭാരതീയ ന്യായ സംഹിതയിലെ 143-ാം വകുപ്പ് പ്രകാരമാണിപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതായത് മനുഷ്യക്കടത്താണ്. ആ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകൾ പരിഗണിക്കാനുള്ള അത് സെഷൻസ് കോടതിയുടെ അധികാര പരിധിയിൽ പെടുന്നതല്ല, അത് NIA കോടതിയുടെ അധികാര പരിധിയിലാണ് പെടുക. അതുകൊണ്ടാണ് ഈ കേസ് മാറ്റുന്നത് എന്നാണ് കോടതി ഇപ്പോൾ സെഷൻസ് കോടതിയിലെ ജഡ്ജി പറഞ്ഞിരിക്കുന്നത്. നമുക്കൊപ്പം ഒരാൾ കൂടി ചേരുന്നുണ്ട്, സുധീഷ് പാറയിൽ. അദ്ദേഹം സിസ്റ്റർ മേരി സിസ്റ്ററിന്റെ കുടുംബ സുഹൃത്താണ്. നമസ്കാരം. സഹോദരങ്ങൾക്കകത്തേക്ക് പോയില്ല, എന്താണ് അവര്? ഞങ്ങള് ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ സിസ്റ്ററെ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പം വന്ദന സിസ്റ്റർ സഹോദരങ്ങൾ വന്ന കൂട്ടത്തില് മേരി സിസ്റ്റർ സഹോദരനോ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ജാമ്യം കിട്ടും എന്നുള്ള ശുഭപ്രതീക്ഷയിലായിരുന്നു. കാരണം ഇന്നലെ ഞങ്ങൾ CM-നെ കണ്ടിരുന്നു, ഇവിടുത്തെ CM-നെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അവരെല്ലായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ജാമ്യം കിട്ടും എന്നുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളും സിസ്റ്റേഴ്സും. ഇനിയിപ്പോ NIA കോടതിയിലേക്കൊക്കെ പോകേണ്ടി വരുന്നു നിങ്ങൾക്ക് തോന്നുന്നു? ആക്ച്വലി നമ്മള് അഡ്വക്കേറ്റ്സ് ആയിട്ട് സംസാരിച്ചപ്പോൾ പോലും ഇത്തരത്തിലുള്ള ഒരു സൂചന ഇന്ന് രാവിലെ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ഉണ്ടായെന്ന് പറയുന്നത് കോടതിയിൽ ഒരു കൂട്ടം അഡ്വക്കേറ്റ്സ് കോടതിക്കകത്ത് ബഹളവും പുറത്ത് ബഹളവും ഒക്കെ ആയിട്ട് കോടതി കേസ് പരിഗണിക്കാതെ ഇത് സ്പെഷ്യൽ കോർട്ടിലേക്ക് മാറ്റാനാണ് ഉണ്ടായിട്ടുള്ളത്. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അഡ്വക്കേറ്റായിട്ട് ആലോചിക്കണം. പക്ഷെ ഇതിലൊരു അവസ്ഥ എന്ന് പറയുന്നത്, ഇത്രയും പ്രായമായ രണ്ട് കന്യാസ്ത്രീകൾ ഈ ജയിലിനകത്ത് കിടക്കുകയാണ്. അവര് തിരുവസ്ത്രം അണിഞ്ഞ് ജയിലിനകത്ത് കിടക്കുന്നതിന്റെ പരിതാപകരവും അവര് മനസ്സാവാച കർമ്മണം ഒരു തെറ്റ് ചെയ്യാത്ത ഇന്ന് വരെ അവർ ജീവിച്ചത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ചിന്തിച്ച് ജീവിച്ച രണ്ട് മനുഷ്യരാണ്. വലിയ ഒരു ക്രിമിനലുകളെ പോലെ ഈ ജയിലിനകത്ത് കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് സഭയും പറയുന്ന പ്രശ്നം. ഇതുവരെ മറ്റു മനുഷ്യരെ സഹായിച്ച് മാത്രം ജീവിച്ചിരുന്ന രണ്ടാളുകൾ കുറ്റവാളികളെ പോലെ തറയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും തറയിൽ ഇങ്ങനെ കിടക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച ഇന്ന് കോടതിയിൽ ഞാൻ കണ്ടത് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആഘോഷവും ആർമാദവും ഒപ്പം തന്നെ വലിയ മുദ്രാവാക്യം വിളികളുമായിരുന്നു. നാട്ടിലെ ഒരു കോടതി മുറിയിലോ അല്ലെങ്കിൽ കോടതി വരാതിലോ ഇരുന്നൊന്ന് ചിരിച്ചാൽ വൈകിട്ട് വരെ അവിടെ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ട സ്ഥലമാണ് നമ്മുടെ കേരളം. കേരളത്തിന് ഇന്ത്യക്കൊക്കെ ഒരേ നിയമമാണ്. പക്ഷേ അതേ നിയമമുള്ള നമ്മുടെ രാജ്യത്ത് ബജ്രംഗ് ദളിന്റെ പ്രവർത്തകർ ജയ് ശ്രീറാം വിളികളുമായി കോടതിയുടെ മുറ്റത്താകെ നടന്നു കളിക്കുന്നതിന്റെ കാഴ്ചയായിരുന്നു ഇന്ന് ഇവിടെ കണ്ടത്.